പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. വലിയ നോമ്പിലെ 36-ാം ദിനം കർത്താവിൻ്റെ പീഠാനുഭവത്തെയും ക്രൂശ് മരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് ധ്യാനിക്കുന്ന പീഠാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനിയും ഏതാനും ദിനങ്ങൾ മാത്രം. പുതുക്കത്തിൻ്റെയും നവീകരണത്തിൻ്റെയും പുനർസമർപ്പണത്തിൻ്റെയും സാധ്യതകൾ തുറന്നിട്ടിരിക്കുന്ന നോമ്പ് നാളുകളിൽ ആത്മപരിശോധനയ്ക്കും വിലയിരുത്തലുകൾക്കും തിരുത്തലുകൾക്കും ഇടയാകട്ടെ എന്ന് പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു. ഗുരു എന്ന സിനിമയിൽ അന്ധന്മാർ മാത്രം വസിക്കുന്ന ഒരു രാജ്യത്തെപ്പറ്റി ചിത്രീകരിക്കുന്നുണ്ട്. അവിടുത്തെ രാജാവും പ്രജകളും എല്ലാവരും അന്ധരാണ്. അവിടേക്ക് കാഴ്ചയുള്ള ഒരാൾ കടന്നു വരുന്നുണ്ട്. വെളിച്ചം എന്താണ് എന്ന് അറിയാവുന്ന ഒരാൾ, അത് അനുഭവിക്കുന്ന ഒരാൾ. വെളിച്ചം എന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് അദ്ദേഹം അവരോട് പറയുന്നുണ്ട്. എന്നാൽ അവർ അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. അദ്ദേഹത്തെ അവർ തടവിലാക്കുന്നു. ഒടുവിൽ രാജ്യത്തിലെ സർവർക്കും കാഴ്ച നൽകുന്നതിൽ അദ്ദേഹം വിജയിക്കുന്നുണ്ട്. അതിനുവേണ്ടി അയാൾ കടന്നു പോകുന്ന ജീവിതപാതകൾ ദുരിതപൂർണമാണ്, കഠിനമാണ്. മനുഷ്യർക്ക് വെളിച്ചം കൊടുത്തതിൻ്റെ പേരിൽ ഹൃദയം കഴുകന്മാർക്ക് കൊത്തിപ്പറിക്കാൻ ശിക്ഷിക്കപ്പെട്ട ഗ്രീക്ക് പുരാണത്തിലെ പ്രൊമത്യൂസ് ദേവന്റെ കഥയും നമുക്ക് പരിചയമുണ്ടല്ലോ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തു അന്ധനായ മനുഷ്യന്റെ കണ്ണു തുറന്ന് അവനെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന സംഭവമാണ് ഈ ആഴ്ചത്തെ ധ്യാന വിഷയം. അതിനായി സഭ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. വഴി അരികിലിരിക്കുന്ന തിമായിയുടെ മകൻ ബർത്തിമായി. അവൻ കുരുടനാണ്, ഭിക്ഷക്കാരനാണ്. വഴിയരികെ എന്നത് അവനായിരിക്കുന്ന ഇടമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വിലാസം തെറ്റിപ്പോയ ഒരു മനുഷ്യൻ. ക്രിസ്തു ജീവിതത്തിൽ അവന് പൊതുവിലാസം നൽകുന്ന രംഗമാണ് ഈ വേദഭാഗം. അവിടെ നിന്നും ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. പാതകൾ ബലമുള്ളവന്റെ, അധികാരമുള്ളവന്റെ ഇടമാണ്. ഒരു രാജ്യം യുദ്ധം ആസൂത്രണം ചെയ്യുമ്പോൾ ശത്രു രാജ്യത്തിൻ്റെ ചലനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനായി ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഇടമാണ് പാതകൾ. പാതയോരങ്ങൾ ഇടമില്ലാത്തവന്റെ ഇടമാണ്. എല്ലാവരും ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഇടമാണ് പാതയോരങ്ങൾ. അവിടെ അപകടങ്ങളുണ്ട്. അത് ഒട്ടും ചൊവ്വുള്ള ഇടമല്ല. അത് ഭിക്ഷക്കാരുടെയും അഭിസാരികളുടെയും കവർച്ചക്കാരുടെയും വഴിവാണിപ്പക്കാരുടെയും ഇടമാണ്. ഈ മനുഷ്യനും കിടക്കുന്നത് പാതയോരത്താണ്. അവൻ യാചകനെങ്കിലും പരിസരബോധമുള്ളവനായിരുന്നു. എന്താണ് അവിടെ കിടക്കുന്ന മനുഷ്യനിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ? ഒന്ന്, യേശുവിൻ്റെ യാത്രയും സാന്നിധ്യവും ഈ മനുഷ്യനിൽ പ്രാർത്ഥനയുടെ ജ്വലനമാണ് നൽകുന്നത്. 47-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. എന്താണ് ഈ നിലവിളി? അവഗണിക്കപ്പെട്ടവന്റെ തീവ്രമായ നൊമ്പരമാണ്. അവന്റെ നിലവിളിക്ക് പകരം വയ്ക്കുവാൻ മറ്റൊരു നിലവിളിയുമില്ല. ആ നിലവിളി
യേശു ദാവീദ് പുത്രനാണെന്നും തനിക്ക് സൗഖ്യം തരുവാൻ കഴിയുന്നവനാണെന്നുമുള്ള വിശ്വാസ പ്രഖ്യാപനമാണ്. നിലവിളികൾ ഉയരുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. അഭയാർത്ഥികളുടെ നിലവിളിയും യുദ്ധബാധിതരുടെ നിലവിളിയും ദാരിദ്ര്യത്തിന്റെ നിലവിളിയും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും നിലവിളി, കർഷകരുടെ നിലവിളി, പൗരത്വത്തിനായുള്ള നിലവിളി, ഇതെല്ലാം അതിജീവനത്തിന്റെ നിലവിളികളാണ്. ഇവിടെ ഭൃത്യമായും നിലവിളിക്കുന്നു. പാതയോരത്തിന്റെ സന്താനമായ അവന്റെ നിലവിളി പാതയിൽ ഉയരുന്ന ആരവങ്ങൾക്കിടയിൽ മുങ്ങിത്താണി പോകുന്നുണ്ട്. അധികാരവും ശക്തിയുമുള്ളവർ അവന്റെ നിലവിളിക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും അവനെ ശാസിക്കുകയും ചെയ്യുന്നുണ്ട്. ആരവാരങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ ചെവിയിലെത്തുന്നത് അവന്റെ നിലവിളിയാണ്. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നവർക്കാണ് ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുക. അവന്റെ നിലവിളിക്ക് ഉത്തരമായി ക്രിസ്തുവിന്റെ വിളിയാണ് അവനിലേക്ക് എത്തുന്നത്. എല്ലാ നിലവിളിക്കും നേരെ ക്രിസ്തുവിന്റെ ചെവി തുറക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുവിനെ മനസ്സലിവിന്റെ തമ്പുരാൻ എന്ന് വിളിക്കപ്പെടുന്നത്. ക്രിസ്തു അവനെ വിളിപ്പിൻ എന്ന് പറയുമ്പോൾ അതുവരെ അവനോട് മിണ്ടാതിരിക്കുവാൻ പറഞ്ഞവരും അവനെതിരെ ഉപരോധം തീർത്തവരും അവനോട് പറയുന്നു, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു. യേശുവിന്റെ വിളിയിലൂടെ ശാസനകൾ സാന്ത്വനങ്ങളായി മാറുകയാണ്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരേറ്റുന്ന ദൈവകൃപയെ അനുഭവിക്കുന്ന സന്ദർഭമായി ഈ പ്രാർത്ഥന മാറ്റപ്പെടുകയാണ്. ഈ നോമ്പ് നാളുകളിൽ പ്രാർത്ഥനകൾക്ക് ചെവി തുറക്കുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ നമുക്കും സാധ്യമാകണം. 2, കർത്താവിന്റെ സാന്നിധ്യം ഭൃത്യമായെ ഉൾക്കാഴ്ചയിലേക്ക് നയിക്കുന്നു. 51 വാക്യത്തിൽ പറയുന്നു, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. സാധാരണ ഭിക്ഷക്കാർ പ്രതീക്ഷിക്കുന്നത് നാണയത്തുട്ടുകളാണ്. എന്നാൽ അതിനേക്കാൾ ഭൃത്യമായി ആഗ്രഹിക്കുന്നത് അവന്റെ അന്ധതയ്ക്ക് ഒരു ശാശ്വത പരിഹാരമാണ്. യേശുവിന്റെ സാന്നിധ്യം അയാൾക്ക് നൽകിയത് വിശ്വാസത്തിന്റെയും ഉൾക്കാഴ്ചയുടെയും ജ്വലനമാണ്. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് ചുറ്റും നിന്നവർ പറഞ്ഞപ്പോൾ അയാൾ ചാടി എഴുന്നേറ്റു. എന്താണ് അങ്ങനെ എഴുന്നേൽക്കാനുള്ള കാരണം? ആ കടന്നു പോകുന്നത് യേശുവാണ് എന്ന തിരിച്ചറിവാണ്. കണ്ണില്ലാത്തവന്റെ കാതും മനസ്സും ചുറ്റുപാടിലേക്ക് എത്രമാത്രം അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കണ്ണുള്ളത് കൊണ്ട് മാത്രമല്ല നമ്മളെല്ലാം കാണുന്നത്. കണ്ണ് തുറന്നിരുന്നാലും എത്രയോ കാഴ്ചകൾ നമുക്ക് കൈവിട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് കണ്ണിന് പിന്നിൽ മനസ്സും കൂടെ കൂടിച്ചേരുമ്പോൾ മാത്രമേ നാം കാഴ്ചയുള്ളവരാകൂ. ഇവിടെ കാഴ്ചയില്ലാത്തവൻ കാഴ്ചയുള്ളവരെ വെല്ലുവിളിക്കുന്നുണ്ട്. ഹെലൻ കെല്ലറിനോട് ഒരാൾ ചോദിച്ചു, വാട്ട് ഈസ് വേഴ്സ് ദാൻ ബീയിങ് ബ്ലൈൻഡ് ഇൻ ദിസ് വേൾഡ്? ഹൗ സൈറ്റ് ബട്ട് നോ ഇൻസൈറ്റ്. കാഴ്ചയുണ്ടായിട്ടും ഉൾക്കാഴ്ച ഇല്ലാതെ പോകുന്ന അനുഭവം. യേശു സാന്നിധ്യം തൻ്റെ ഉള്ളിൽ നൽകിയ പ്രചോദനമാണ് അവന് ഉൾക്കാഴ്ചയായി തീരുന്നത്. അങ്ങനെ ഉൾക്കാഴ്ചയുള്ള പലരെയും തിരുവചനത്തിൽ കാണാം. തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് അബ്രഹാമിന് നിർദ്ദേശം കിട്ടിയപ്പോൾ എങ്ങോട്ടെന്നറിയാതെ യാത്ര പുറപ്പെട്ടു എന്ന് തിരുവചനത്തിൽ പറയുന്നുണ്ട്. എന്താണ് അതിന് കാരണം? അത് ദൈവ സാന്നിധ്യം ഉള്ളിൽ നൽകിയ വിശ്വാസമാണ്, ഉൾക്കാഴ്ചയാണ്.
ജലപ്രളയം അപരിചിതമായിരുന്ന നോഹ തൻ്റെ കുടുംബത്തിൻ്റെയും ജീവജാലങ്ങളുടെയും രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർക്കുക എന്ന ദൈവോദ്ദേശമുണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ദൈവ സാന്നിധ്യത്തിന് വിശ്വാസവും ഉൾക്കാഴ്ചയുമാണ്. വൃത്തിമായി എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് യേശുവിനോട് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ദൈവ സാന്നിധ്യം നൽകിയ വിശ്വാസവും അതിലൂടെ ലഭ്യമായ ഉൾക്കാഴ്ചയുമാണ് കാണുവാൻ കഴിയുക. അവൻ്റെ ആഗ്രഹം കാഴ്ച പ്രാപിക്കണം, യേശുവിനെ കാണണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭവനത്തിലേക്ക് പോകുവാൻ പറഞ്ഞിട്ടും പോകാതെ യേശുവിൻ്റെ പിന്നാലെ അവൻ പോകുന്നത്. യേശുവിനെ കാണുക എന്നതാണ് ഉൾക്കാഴ്ച. അങ്ങനെ കാണുന്നവർ ഒരിക്കലും യേശുവിൽ നിന്ന് പോകുകയില്ല. ഈ നോമ്പ് നാളുകളിൽ ഉൾക്കാഴ്ചയുള്ളവരായി യേശു സാന്നിധ്യം തിരിച്ചറിഞ്ഞ് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ സാധിക്കണം. 3, യേശുവിൻ്റെ സാന്നിധ്യം അനുധാവനത്തിൻ്റെ ജ്വലനമാണ് അവനിൽ നൽകുന്നത്. 52-ാം വാക്യം പറയുന്നു, ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. എല്ലാ യാത്രകൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട്. അവരവർ തീരുമാനിക്കുന്നതാണ് അവരുടെ ലക്ഷ്യം. ലക്ഷ്യത്തിലെത്തിയാൽ പിന്നീട് യാത്രയില്ല. പലപ്പോഴും ആ യാത്രകൾ നമുക്ക് തന്നെ വേണ്ടിയായിരിക്കും. ഭർത്തിമായിക്ക് ഇത് വെറുമൊരു യാത്രയല്ല, അനുധാവനമാണ്. ക്രിസ്തുവിനോട് ചേർന്നുള്ള അനുധാവനം. അയാൾ കാഴ്ചകളുടെ പിന്നാലെ പോയില്ല. അതുകൊണ്ടാണ് യേശുവിനെ അനുധാവനം ചെയ്യുവാൻ അവൻ തയ്യാറാകുന്നത്. അവൻ പ്രവേശിക്കുന്നത് എരിഹോവിൽ നിന്നും യെരുശലേമിലേക്കാണ്. ഈ അനുധാവനം കുരിശോളമുള്ള അനുധാവനമാണ്. ഇത് സഹന വഴിയിലേക്കുള്ള യാത്രയാണ്. കാഴ്ച ലഭിക്കുന്നവന് ചെയ്യാനുള്ളത് കാഴ്ച നൽകിയവനോടൊപ്പം യാത്ര ചെയ്യുക എന്നതാണ്. പ്രിയരെ, ജനിക്കുന്ന ഇടങ്ങളിൽ മണ്ണടിയേണ്ടവരല്ല നമ്മൾ. നമുക്കൊരു യാത്രയുണ്ട്, ക്രിസ്തുവിൻ്റെ കാൽപ്പാടുകൾ നോക്കിയുള്ള യാത്ര. ഈ നോമ്പ് നാളുകളിൽ നമുക്കും ആ കർത്താവിനെ അനുധാവനം ചെയ്യാം. കാഴ്ചകൾക്കതീതമായി കാഴ്ച തന്നവനെ പിൻപറ്റാം. അതിനായി ദൈവം നമ്മെ തുണയ്ക്കട്ടെ.